ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖല്ലേ? പിന്നെ ഞാനിതാ അടുത്തൊരു വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുക. വരുന്നതിന് മുമ്പേ മോളും ഫാമിലിയൊക്കെ കാനഡയിൽ നിന്ന് വരുന്നതിന് മുമ്പേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ പൈതൽ മല ഹോളിസ്റ്റിക് റിസോർട്ടിലേക്ക്. നമുക്ക് ഓരോ എപ്പിസോഡായിട്ട് കാണാം കേട്ടോ, കുറച്ചായിട്ട് അവിടുത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 12 മണിക്കൊക്കെ ഇറങ്ങി 2 മണിയാകുമ്പോഴേക്കും ഞങ്ങളവിടെ പൈതൽമല എത്തി. ഹോളിസ്റ്റിക് റിസോർട്ടിലെത്തി. ഭയങ്കര രസമുള്ള സ്ഥലമാണ് കേട്ടോ. പോകുന്ന വഴിയായാലും അവിടെ എത്തിക്കഴിയുമ്പോഴും റിസോർട്ട് മൊത്തത്തിൽ കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു ഇതാണ്. അവിടെ താമസിക്കാനായിട്ട് ഇതാ ട്രീ ഹൗസ് ഉണ്ട്. പിന്നെ പിന്നെ കാരവാനിൽ ഇങ്ങനെ ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെയുണ്ട്, റൂംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഇരിക്കാൻ നല്ല സുഖാട്ടോ, നല്ല കാറ്റൊക്കെ കിട്ടും. പിന്നെ ആ ഒരു പുല്ലിനെ കൊണ്ട് മേഞ്ഞ ഒരു സ്ഥലമൊക്കെ ആയതുകൊണ്ട് അത് നല്ല സുഖമാണ് അവിടെ ഇരിക്കാൻ. അതിന് വേറെയൊരു വൈബാണ്. പിന്നെ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാണുന്ന അവിടെ ഇവിടെയൊക്കെ ഊഞ്ഞാലും ഇതൊക്കെ കണ്ട് അതിൻ്റെ മേലെയൊക്കെ കയറി പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. ഇത് ഇപ്പോൾ അതാ ഞങ്ങൾ താമസിക്കുന്ന ആ ഇതിലേക്കുള്ള വഴിയാണിത്. പിന്നെ അപ്പം മോള് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു, അവൾക്ക് ഇടാനായിട്ട്, അവളുടെ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞങ്ങൾ പിന്നെ ഇവിടെ എത്തി. ഞങ്ങൾ അവിടെ 2 റൂംസാണുള്ളത്. ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ഒരെണ്ണത്തിൽ ഈ സ്ഥലമൊക്കെ ഇരിക്കാനൊക്കെ നല്ല സുഖമാണ്, നല്ല കാറ്റ്. അവിടുന്ന് എന്താ പറയുക, ആ മലയിൽ നിന്നുള്ള കാറ്റൊക്കെ വരുന്നുണ്ട്. അത് കർണാടകമാണെന്ന് അതിൻ്റെ അപ്പുറത്ത് അവിടെയുള്ള ആ ഒരു പയ്യൻ പറഞ്ഞു തന്നതാണ്. പിന്നെ ഈ റൂമും ഒക്കെ നല്ല സൗകര്യമാണ്. ഈ താഴത്തെ റൂമിൽ AC ഉണ്ട്. 3 പേർക്ക് ഇവിടെ കിടക്കാം ബെഡിൽ. പിന്നെ എല്ലാ സ്പേസും നന്നായിട്ട് അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ ചെറിയതാണ് പുറത്തുനിന്നെങ്കിലും എല്ലാം നന്നായിട്ട്. മേലെ 3 പേർക്ക് കിടക്കാം, താഴെ 3 പേർക്ക്, അങ്ങനെയാണ്. ബാത്റൂമിൽ ചൂടുവെള്ളമൊക്കെ ഉണ്ട്, നല്ല ബാത്റൂമാണ്, ടോയ്ലറ്റും ഇതുമൊക്കെ ആയിട്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി അവിടെ. പിന്നെ അവർക്ക് ഓടിക്കളിക്കാനൊക്കെ നല്ല സുഖമല്ലേ, പുറത്തൊക്കെ സ്വാതന്ത്ര്യത്തിൽ ഓടിക്കളിക്കാം. 2 പേരും ഒരേ കളിയായിരുന്നു അവിടെ. പിന്നെ റൂംസും ഒക്കെ ഇഷ്ടമായി അവർക്ക്, ബെഡിലൊക്കെ ചാടി കളിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇതിൻ്റെ മേലെ 3 ബെഡുണ്ട്. 2 ബെഡാണ്, ഒരു ഡബിൾ ബെഡും ഒരു സിംഗിൾ ബെഡും. പിന്നെ അപ്പോൾ ഇവർക്ക് കുട്ടികൾ അതുപോലെ മേലെയും താഴെയും കയറലും ഇറങ്ങലും അങ്ങനെയൊക്കെ ആയിട്ട് അവർക്ക് എന്തായാലും ഭയങ്കര ടൈം പാസ്സായിരുന്നു. ഈ വിൻഡോയിലേക്ക് കൂടെ നല്ല സൈറ്റ് സീയിങ് ആണ്. പിന്നെ അപ്പം ഇതിലെ കൂടെ കാറ്റ്, വിൻഡോ തുറന്നു കഴിയുമ്പോൾ നല്ല കാറ്റാണ്. പക്ഷേ മേലെ കുറച്ച് ചൂടുണ്ട്, കാരണം AC അല്ല, ഫാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഫാൻ ഇട്ട് കിടക്കണം. അല്ലാത്ത സമയത്ത് നമ്മൾ ഫാൻ ഇടാണ്ടൊക്കെ അവിടെ കയറി കഴിയുമ്പോഴത്തേക്കും കുറച്ച് ചൂടുണ്ട്. അല്ലാണ്ട് തണുപ്പ് കാലത്തായിരിക്കില്ല, ഞങ്ങൾ പോകുമ്പോഴത്തേക്കും അത്രയും നല്ല തണുപ്പുള്ളൊരു സമയമായിരുന്നില്ല. പിന്നെ എന്തൊരു ഭംഗിയാണ് കാണാനല്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിൽ നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഇത് റെസ്റ്റോറൻ്റ് അടുത്തുള്ളതാണ്. റെസ്റ്റോറൻറ്റിൻ്റെ അടുത്താണ് ഈ സ്വിങ്ങൊക്കെ ഉള്ളത്. അപ്പോൾ അതിൽ കയറി കുട്ടികൾ കളിയും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ റെസ്റ്റോറൻറ്റും പറയാണ്ടിരിക്കാൻ പറ്റില്ല. അവരുടെ എല്ലാ സർവീസും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. എല്ലാവരും എന്താ വേണ്ടതെന്നുള്ളത് അന്വേഷിച്ച് കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഇതാണ് സർവീസ്. പിന്നെ അവിടുന്ന് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. ഉച്ചക്ക് 2 മണിക്കാണ് എത്തിയത്. പിന്നെ അവിടുന്ന് ഓരോ സ്ഥലങ്ങളും, ഇതിപ്പോൾ ഈ ബ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നല്ല രസമാണ്. ഇവരെല്ലാം അത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ഈ ഗ്രീനറിയിലേക്ക് കൂടിയൊക്കെ നടക്കുന്നതൊക്കെ നല്ല രസമാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കൂടെ നടക്കുന്നത് നമുക്ക് ഒരു ചൂടൊന്നും അത്ര ഫീൽ ചെയ്യുന്നില്ല ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ പോകുമ്പോഴേക്കും. അവിടെ അവർ പിന്നെ ഹണി ഉണ്ടാക്കുന്ന ഇതാണ്. അവിടെ ഹണി ബീസിന് ആ ചെറിയ ബോക്സ് പോലെ കാണുന്നില്ലേ, അതിനകത്തൊക്കെ ഹണി ബീസാണ്. അപ്പം അങ്ങനെ പിന്നെ അതിനകത്തേക്ക് ആ ചെറിയൊരു ഓട്ടയുണ്ട്, അതിൽ കൂടെ ഹണി ബീസൊക്കെ ഇതിനകത്തേക്ക് കിടക്കും. എന്നിട്ട് പിന്നെ അവിടെ വലിയൊരു പിന്നെ കൂടുണ്ടാക്കി അതിനകത്തുനിന്ന് തേനെടുക്കുന്നതൊക്കെ അവർ കാണിച്ചു. ഞങ്ങൾ വരുമ്പം തേനൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്.
നല്ല നല്ല തേനാണ് കേട്ടോ, നല്ല ഒറിജിനൽ ഇതല്ലേ. പിന്നെ അതെടുക്കുന്നതൊക്കെ അവർ കാണിച്ചു തന്നു, അത് വേറെ ഒരു സ്ഥലത്തു നിന്നാണ്. പിന്നെ അതിങ്ങനെ ഒരു സാധനത്തിലിട്ട് കറക്കി എന്നിട്ടൊക്കെ എടുക്കുന്നത്. പിന്നെ ഇത് കുറേ പക്ഷികളുണ്ട് ഇവിടെ, കുറേ പിന്നെ തരം ബ്രീഡ് ഒരുപാടുണ്ട്. പിന്നെ പക്ഷികൾ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. പിന്നെ അവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ടേക്ക് പോയി അവിടെ എന്താന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഡക്കുമെല്ലാം ഉണ്ട് ഇവിടെ കുറേ. പിന്നെ ഇത് ടർക്കി കോഴി അത് കരയുന്ന കേൾക്കാൻ നല്ല രസമാണ്. അതേപോലെ മോളുടെ ചെറിയ മോൻ ഇതുപോലെ സൗണ്ട് ഉണ്ടാക്കുമായിരുന്നു, ഈ ടർക്കി കോഴി ഉണ്ടാക്കുന്നത് പോലെ സൗണ്ട് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഒരു രസം അത് ചെയ്യുന്നതിൻ്റെ കൂടെ. ഇത് താറാവുകളും കുറേ താറാവുകളൊക്കെ ഉണ്ട്. താറാവുകൾ ഒരുപാടൊന്നുമില്ല. ഇത് ലാറ എന്ന് പറയുന്നൊരു ഇതാണ്, റോഡ് വീലറാണ്. പിന്നെ സ്ത്രീക്ക് പിന്നെ ഇതിനോടെല്ലാം നമുക്കൊക്കെ പോകാൻ പേടിയാണ് അതിൻ്റെ അടുത്തേക്ക്, അത് കുറച്ച് അഗ്രസീവായിരിക്കുമല്ലോ. അവന് അങ്ങനെ പട്ടികളോട് ഭയങ്കര സ്നേഹമാണ്. ഇത് ഒരു എന്ത് കാളയാണ്, എന്തോ ഒരു പേര് പറഞ്ഞു, കാളയോ. പിന്നെ അത് ഇതാണ് ജല്ലിക്കെട്ട് കാളയാണ്. അതിനെ കാണുമ്പോൾ തന്നെ അറിയാലോ അതിൻ്റെ ഒരു ഗാംഭീര്യം. പിന്നെ കുട്ടികൾക്ക് ഷീപ്പുണ്ട് അവിടെ. ഷീപ്പിനെ ഇങ്ങനെ ചെറിയ വടിയൊക്കെ എടുത്ത് അതിനിങ്ങനെ കൈ കൊണ്ട് തൊടാൻ പേടിച്ചിട്ട് ചെറിയൊരു വടി കൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അത് അടുത്തോട്ട് വരുമ്പോൾ അവർക്ക് പേടിയാവും. പിന്നെ ചെറിയൊരു സ്ഥലത്ത് ഇതുണ്ട്, പച്ചക്കറികൾ നട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇതാ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമാണിത്. അവിടെ ബാഡ്മിൻ്റണും പിന്നെ ഇതിൻ്റെ പേരെന്തോ പറഞ്ഞായിരുന്നു, മറന്നുപോയി. പിന്നെ ഈ നെറ്റിന് എന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു, മറന്നുപോയി. പിന്നെ ഇത് എന്താണ്, ടാമ്പുലിൻ കുട്ടികളും കയറി ഞങ്ങളും കയറി. ഞങ്ങളെല്ലാവരും കൂടെ ശരിക്കും എൻജോയ് ചെയ്ത് കുട്ടികളുടെ കൂടെ ഞങ്ങളും കളിക്കുമായിരുന്നു. പിന്നെ ചെറുപ്പത്തിലൊന്നും നമുക്കൊന്നും കയറാൻ പറ്റിയിട്ടില്ല. ഇപ്പം അതൊക്കെ ആസ്വദിക്കുക തന്നെ. നമ്മൾ അതൊന്നും നോക്കണ്ടല്ലോ. ഇതിൻ്റെ മേലെയൊക്കെ വലിഞ്ഞ് കയറി ഞാനും മക്കളും മോളും ശ്രീയും എല്ലാവരും കയറി. പിന്നെ എന്നിട്ട് ടാമ്പുലിൻ്റെ അകത്ത് കുട്ടികൾ ചാടുമ്പോൾ പക്ഷേ ഞങ്ങളിങ്ങനെ തെറിച്ചു പോവുമായിരുന്നു. പിന്നെ ഷട്ടിൽ കളിച്ചു. കുട്ടികൾക്ക് ചെറിയ ഇതുപോലെയുള്ള ടെന്നീസ് ബോൾ പോലത്തെ ഇതുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. ഫുഡൊന്നും ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അവിടെ ഒരു ചേച്ചി ആണ് കുക്ക് ചെയ്യുന്നത്, പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറന്നുപോയി. പക്ഷേ എല്ലാം സൂപ്പറായിരുന്നു അവരുടെ. പിന്നെ അപ്പം ഈ എപ്പിസോഡിൽ ഇത്രയേ ഉള്ളൂ. പറയാൻ ഒരു എപ്പിസോഡ് ബാക്കി വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. ഒരുപാട് പോരായ്മകളുണ്ടാവും ഞാൻ ചെയ്യുന്നതിന്. നിങ്ങളുടെ സജഷൻസും അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റിലൂടെ. അപ്പം മാത്രമേ എനിക്കത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ സജഷൻസ് വേണം, നിങ്ങളുടെ സപ്പോർട്ട് വേണം. പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എല്ലാവരും. ഓക്കെ, ബെല്ലൈക്കൻ മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയി അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.